ഇനി ടെക് ലോകത്തെ വാർത്തകൾ. ആപ്പിൾ സിഇഒ സ്ഥാനത്ത് നിന്ന് ടിം കുക്ക് പടിയിറങ്ങുന്നു. കമ്പനിയുടെ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റായ ജോൺ ടെർണസ് പുതിയ സിഇഒ ആയി ചുമതലയേൽക്കും. സിഇഒ സ്ഥാനത്തു നിന്ന് മാറിയാലും ടിം കുക്ക് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരുമെന്ന് ആപ്പിൾ അറിയിച്ചിട്ടുണ്ട്. ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് സ്ഥാനമൊഴിഞ്ഞതു മുതൽ കഴിഞ്ഞ 15 വർഷക്കാലം ആപ്പിളിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടിം കുക്ക് ഇനി മുതൽ എക്സിക്യൂട്ടീവ് ചെയർമാനാകും. ഓഗസ്റ്റ് അവസാനം വരെയാണ് സിഇഒ പദവിയിൽ ഉണ്ടാവുകയെന്ന് ടിം കുക്ക് പ്രസ്താവനയിൽ അറിയിച്ചു. ജോൺ ടെർണസ് ആണ് ആപ്പിളിന്റെ പുതിയ സിഇഒ ആയി ചുമതലയേൽക്കുക. നിലവിൽ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സീനിയർ വൈസ് പ്രസിഡന്റാണ് 50 വയസ്സുകാരൻ ജോൺ ടെർണസ്. സിഇഒ സ്ഥാനത്ത് നിന്ന് മാറിയാലും ടിം കുക്ക് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരുമെന്ന് ആപ്പിൾ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 ജോൺ ടെർണസ് ഔദ്യോഗികമായി ചുമതലയേൽക്കുക. 1998 ടിം കുക്ക് ആപ്പിൾ കമ്പനിയിൽ ചേരുന്നത്. ആപ്പിളിന്റെ നിർണായക ഘട്ടങ്ങളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് കുക്കിനുണ്ട്. സിഇഒ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആപ്പിളിന്റെ ഉൽപ്പന്ന നിര വികസിപ്പിക്കുകയും ഓഹരി മൂല്യത്തെ അടിസ്ഥാനമാക്കി കമ്പനിയുടെ മൂല്യം ഏകദേശം $4 ട്രില്യൺ ഉയർത്തുകയും ചെയ്തുവെന്ന ക്രെഡിറ്റ് ടിം കുക്കിനാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. പുതിയ 349cc എഞ്ചിനുമായി ബജാജ് പൾസർ NS 400Z പുറത്തിറങ്ങി. മോട്ടോർ വിലയിൽ മാറ്റമില്ല. മുമ്പുണ്ടായിരുന്ന 373cc എഞ്ചിനു പകരം ഇപ്പോൾ 349cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ബൈക്കിന് കരുത്തു പകരുന്നത്. 9000 RMPയിൽ 40 bph പവറും 7500 RMPയിൽ 33.2 Nm ടോർക്കും ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നു. പഴയ മോഡലിനെ അപേക്ഷിച്ച് പവറിൽ 2.4 bphന്റെയും ടോർക്കിൽ 1.8 Nm കുറവുണ്ടായിട്ടുണ്ട്. ഈ മാറ്റത്തോടെ ബൈക്ക് ആദ്യമായി വിപണിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ കരുത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ എഞ്ചിൻ അടുത്തിടെ പുറത്തിറക്കിയ ഡോമിനാർ 400 സമമാണ്. എഞ്ചിൻ മാറ്റം ഒഴിച്ചാൽ ബൈക്ക് മുൻ മോഡലിനെ അപേക്ഷിച്ച് മാറ്റമില്ലാതെ തുടരുന്നു. അതേ പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. സസ്പെൻഷനായി ഇൻവേർട്ടഡ് ഫോർക്കും മോണോ ഷോക്കും നൽകിയിരിക്കുന്നു. 2 വശങ്ങളിലും 17 ഇഞ്ച് അലോയ് വീലുകളുണ്ട്. സുരക്ഷയ്ക്കായി ഡ്യുവൽ ചാനൽ ABS-നോടൊപ്പം മുൻവശത്ത് 320 mm ഡിസ്കും പിന്നിൽ 230 mm ഡിസ്കും സജ്ജീകരിച്ചിരിക്കുന്നു. മോട്ടോർ സൈക്കിളിന്റെ വിലയിൽ മാറ്റമില്ല. വെബ്സൈറ്റിൽ ഇപ്പോഴും വില 1,93,900 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ OnePlus ഇന്ത്യയിൽ അവരുടെ നോട്ട് സീരീസ് വിപുലീകരിക്കുന്നു. OnePlus Nord CE6, OnePlus Nord CE6 Lite എന്നിവ ഇന്ത്യയിൽ മെയ് 7 ലോഞ്ച് ചെയ്യും. ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 7S Gen 4 ചിപ്സെറ്റിലുള്ള സ്മാർട്ട് ഫോണാണ് OnePlus Nord CE6. 8000 mAh കരുത്തുറ്റ ബാറ്ററിയിൽ വരുന്ന OnePlus Nord CE6ന്റെ ചാർജറിന് 80 വാട്ട്സ് സൂപ്പർ വൂക്ക് ഫാസ്റ്റ് ചാർജിംഗ് ശേഷിയുണ്ടാകും. ഒറ്റ ചാർജിൽ 2.5 ദിവസം വരെ ഉപയോഗമാണ് ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നത്. 27 വാട്ട്സ് വയേർഡ് റിവേഴ്സ് ചാർജിംഗ് സൗകര്യവും OnePlus Nord CE6-ലുണ്ടാവും. 1.5K റെസല്യൂഷനിലും 144 Hz റിഫ്രഷ് റേറ്റിലുമുള്ള 6.78 ഇഞ്ച് സ്ക്രീൻ പാനൽ ഈ ഫോണിന്റെ പ്രത്യേകതയാണ്. IP66, IP68, IP69, IP69K എന്നീ റേറ്റിംഗുകൾ ലഭിച്ചിട്ടുള്ള OnePlus Nord CE6 മിലിറ്ററി ഗ്രേഡ് പരിശോധനകൾക്ക് വിധേയമായതാണ്. OnePlus Nord CE6 ഫോണിനൊപ്പം Nord CE6 ലൈറ്റും മെയ് 7 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇരു ഫോണുകളുടെയും ലോഞ്ച്. 3 നിറങ്ങളിലാവും OnePlus Nord CE6 ലഭ്യമാവുക. അതേസമയം 2 നിറങ്ങളിലാണ് OnePlus Nord CE6 ലൈറ്റിന് ലഭിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.